Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 18th lecture of Web Design and Production for Business. Topic: Download Time. Download time is also known as a response time. Nobody likes a slow website. The time it takes for each web page to load is known as download time or response time. ഓരോ വെബ് പേജും ലോഡ് ചെയ്യുന്ന ടൈമിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഡൗൺലോഡ് ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഓരോ പേജസിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് വെബ് പേജ് ഈസ് ഓൾസോ നോൺ ആസ് വെബ്സൈറ്റ്. അപ്പം ഈ വെബ്സൈറ്റിലെ ഓരോ വെബ് പേജും ലോഡ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ഡൗൺലോഡ് ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. A fast website is a good user experience and a satisfying user experience, and the visitors abandon the site. Slow page response time results in an increase in page abandonment. How fast your website loads is a critical element in any online business. Very slow sites are a bad user experience and the visitors does not stay back that site. The average user has no patience for a page that takes too long to load. Slow page response time results in an increase in page abandonment. Now, software is available to know the speed of your website and its load times in different locations of the world. The following key points regarding the response time of web pages. First one, 47% of consumers expect a web page to load in 2 seconds or less. അതായത് 47% ആൾക്കാർ, ഒരു സർവേയിൽ പറയുന്ന കാര്യമാണത്, 47% ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, വെബ് പേജ് 2 സെക്കൻഡിനുള്ളിൽ തന്നെ ലോഡ് ആവണം, അല്ലെങ്കിൽ അതിൽ കുറവ് സമയമായിരിക്കണം. വെബ് പേജ് എന്താണെന്ന് അറിയാലോ, ആ വെബ്സൈറ്റിൽ കാണുന്ന ആ ഒരു പേജിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ 47% കൺസ്യൂമേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2 സെക്കൻഡ്സിനോ അല്ലെ അതിൽ താഴെയോ വെബ് പേജ് എന്ത് ചെയ്യണം, ലോഡ് ആവണമെന്ന്. 40% ഓഫ് കൺസ്യൂമേഴ്സ് വിൽ വെയിറ്റ് നോ മോർ ദാൻ 3 സെക്കൻഡ്സ് ഫോർ എ വെബ് പേജ് ടു അപ്പിയർ ബിഫോർ അബാൻഡനിങ് ദ സൈറ്റ്. അതായത് 40% ആൾക്കാർ പറയുന്നത് എന്താണ്, 3 സെക്കൻഡിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ വെബ് പേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. 50% ഓഫ് ഓൺലൈൻ ഷോപ്പേഴ്സ് സ്റ്റേറ്റഡ് ദാറ്റ് ക്വിക്ക് പേജ് ലോഡിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ് സൈറ്റ് ലോയാലിറ്റി. അതായത് 50% ആൾക്കാരും പറയുന്നത്, അതായത് ഓൺലൈൻ സൈറ്റിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സൈറ്റിൽ കയറുമ്പോൾ ക്വിക്കായിട്ട് എന്ത് ചെയ്യണം, പേജ് ലോഡ് ആവണം. കുറേ ആൾക്കാർക്ക് അതിലാണ് താല്പര്യം. അപ്പം ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് 47% ഓഫ് ദ കൺസ്യൂമേഴ്സ് എക്സ്പെക്ട് എ വെബ് പേജ് ടു ലോഡ് ഇൻ 2 സെക്കൻഡ്സ് ഓർ ലെസ്. Second, 40% of consumers will wait no more than 3 seconds for a web page to appear before abandoning the site. Third, 50% of online shoppers stated that quick page loading is important to their site loyalty. Fourth one, shoppers are not ready to wait for a page to load. അതായത് ഷോപ്പിംഗ് സൈറ്റിൽ കയറിയാൽ ഈ ഷോപ്പേഴ്സിന് ഒരിക്കലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ല. അവർക്ക് എപ്പോഴും പെട്ടെന്ന് എന്ത് ചെയ്യണം, പേജ് ലോഡ് ആവണം. അവർ ഈ പേജ് ലോഡാവാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കില്ല. എപ്പോഴും എന്തായിരിക്കും, അടുത്ത സൈറ്റിലോട്ട് അവർ മൂവ് ചെയ്യും. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് റീറ്റെയിൽ ആൻഡ് ട്രാവൽ സൈറ്റ്സ് ദാറ്റ് ലോഡ് സ്ലോലി ലീഡ് ടു ലോസ്റ്റ് സെയിൽസ്. അതായത് ഈ ട്രാവൽ സൈറ്റ്സ് പോലുള്ള സൈറ്റുകളിൽ അവർ കയറുമ്പോൾ എന്താണ്, സ്ലോ ആയിട്ടാണ് ആ സൈറ്റുകൾ ലോഡ് ആവുന്നതെങ്കിൽ എന്തായിരിക്കും, ആ കസ്റ്റമേഴ്സ് എന്ത് ചെയ്ത് വേറെ സൈറ്റിൽ പോകും. പെട്ടെന്ന് ലോഡ് ആവുന്ന സൈറ്റ് ഏതുണ്ടെന്ന് നോക്കി അവർ മൂവ് ചെയ്ത് അടുത്ത സൈറ്റിലോട്ട് പോകും. ഇതുമൂലം എന്താണ്, ഈ ട്രാവൽ സൈറ്റ്സിലൊക്കെ മിക്കവാറുമുള്ള ട്രാവൽ സൈറ്റുകാർക്കെല്ലാം എന്ത് ചെയ്യുന്നു, അവരുടെ സെയിൽസ് ലോസ്റ്റ് ആയി പോകുന്നു. ഈ ലോഡിങ്ങിൻ്റെ, അതായത് ഡൗൺലോഡ് ടൈമിൻ്റെ പ്രോബ്ലം കൊണ്ട് എന്താണ്, ഒരുപാട് സെയിൽസ് എന്ത് ചെയ്യുന്നു, ലോസ്റ്റ് ആയി പോകുന്നു. Then sixth one is quick page loading is a key factor in a consumer's loyalty to an e-commerce site. 79% of online shoppers who experience a dissatisfying visit are less likely to buy from the same site again.
അതായത് 79% ഓൺലൈൻ ഷോപ്പേഴ്സും എന്താണ്, അവർ ചില സൈറ്റുകൾ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് ഒരേ സൈറ്റിൽ തന്നെ വീണ്ടും വീണ്ടും അവർ വാങ്ങിക്കാൻ എന്ത് ചെയ്യുന്നത്, കയറുന്നതെന്ന് പറയുന്നത് അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു. ഫസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 47% ഓഫ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റ് എ വെബ് പേജ് ടു ലോഡ് ഇൻ 2 seconds or less. Second one, 40% of consumers will wait no more than 3 seconds for a web page to appear before abandoning the site. Third one, 52% of online shoppers stated that quick page loading is important to their site loyalty. Next one, shoppers are not ready to wait for a page to load. Next one, retail and travel sites that load slowly lead to lost sales. Quick page loading is a key factor in a consumer's loyalty to an e-commerce site, especially for high spenders. 79% of online shoppers who experience a dissatisfying visit are less likely to buy from the same site again. ഇപ്പോൾ വാട്ട് ഈസ് റെസ്പോൺസ് ടൈം എന്ന് ചോദിച്ചാൽ എന്താ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഡൗൺലോഡ് ടൈം എന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ഈച്ച് വെബ് പേജ് ടു ലോഡ് ഈസ് നോൺ ആസ് ഡൗൺലോഡ് ടൈം ഓർ റെസ്പോൺസ് ടൈം. ഈ റെസ്പോൺസ് ടൈം റെഡ്യൂസ് ചെയ്യാൻ കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്തായിരിക്കും? ആദ്യത്തെ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമേജ് പ്ലേസ് ചെയ്യുമ്പം അതിൻ്റെ സൈസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. എന്നാൽ എന്താണ്, ക്വാളിറ്റി ലോസ് ചെയ്യാതെ തന്നെ അതിൻ്റെ സൈസ് എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഇടണം. അപ്പോൾ ഒരു കസ്റ്റമർ കയറുമ്പോൾ എന്തായിരിക്കും, ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനായിരിക്കും ഒരുപാട് സമയം അദ്ദേഹത്തിന് വേണ്ടി വരുന്നത്. അപ്പം അത് കുറയ്ക്കാൻ പറ്റും. അതായത് ഡൗൺലോഡ് ടൈം കുറയ്ക്കാൻ പറ്റും. എങ്ങനെ? ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ ഇമേജ് ഫയൽ വിത്തൗട്ട് ലൂസിങ് ദ ക്വാളിറ്റി. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒന്നും സെറ്റ് ചെയ്യാതിരിക്കുക. ഈ ഇമേജസ് ഒക്കെ ലോഡ് ആവാനായിരിക്കും കൂടുതൽ ടൈം വേണ്ടി വരുന്നത്. അതായത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കണ്ടൻസ് കൊടുക്കുമ്പോൾ തന്നെ അനാവശ്യമായിട്ട് വൈറ്റ് സ്പേസോ അല്ലെങ്കിൽ കമൻറ്റ് ടാഗ്സോ ഒന്നും കൊടുക്കാതിരിക്കുക. ബിക്കോസ് ബൈ എലിമിനേറ്റിംഗ് unnecessary white space and comments, you can save off 10 to 20% of its file size. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഡൗൺലോഡ് ടൈം, അതായത് വെബ്സൈറ്റിൻ്റെ ഡൗൺലോഡ് ടൈം അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എന്താ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ടൈം കുറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റേ ബാക്ക് ചെയ്ത് എല്ലാം കാണത്തുള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ടൈം മീൻസ് ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ ഈച്ച് വെബ് പേജ് ടു ലോഡ് ഈസ് നോൺ ആസ് ഡൗൺലോഡ് ടൈം ഓർ റെസ്പോൺസ് ടൈം. Your assignment question is explain download time or response time. അതുപോലെ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്, എന്താണ് സെർവർ റെസ്പോൺസ് ടൈം. ഇപ്പം നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ടൈം എന്താണ്, റെസ്പോൺസ് ടൈം എന്താണെന്നുള്ളതായിരുന്നു. അപ്പോൾ എന്താണ് സെർവർ റെസ്പോൺസ് ടൈം എന്ന് ചോദിച്ചാൽ, എ വെബ് ബ്രൗസർ റിക്വസ്റ്റ് സംതിങ് ഫ്രം യുവർ സെർവർ, ദെൻ യുവർ വെബ് സെർവർ റെസ്പോൺസ് ടു ദാറ്റ് റിക്വസ്റ്റ്. The time between those two events is known as the server response time. അതായത് സെർവർ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ് ബ്രൗസർ സെർവർക്ക് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ വെബ് സെർവർ ആ റിക്വസ്റ്റിന് എന്ത് ചെയ്യുന്നു, തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെ എടുക്കുന്ന ആ 2 ഇവൻറ്റുകൾ ഒക്കർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്, സെർവർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? The time between those 2 events is known as the server response time. അതായത് വെബ് ബ്രൗസർ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ സെർവറിന് കൊടുക്കുന്നു, ആ സെർവർ എന്ത് ചെയ്തു, ആ റിക്വസ്റ്റിന് തിരിച്ചൊരു റെസ്പോൺസ് കൊടുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ആ ഇടയ്ക്ക് വരുന്ന ആ ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്, സെർവർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതാ 1 മാർക്കിനൊക്കെ സെർവർ റെസ്പോൺസ് ടൈം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എഴുതണം. അപ്പോൾ ഡൗൺലോഡ് ടൈം എന്താണെന്ന് നോക്കി, റെസ്പോൺസ് ടൈം എന്താണെന്ന് നോക്കി, സെർവർ റെസ്പോൺസ് ടൈം എന്താണെന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ഡൗൺലോഡ് ടൈം ഓർ റെസ്പോൺസ് ടൈം അതെന്താണെന്ന് എഴുതി അയച്ചാൽ മതി.